നെയ്യാറ്റിൻകരയിൽ വീട്ടമ്മ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ DCC ജനറൽ സെക്രട്ടറി ജോസ് ഫ്രാങ്ക്ലിനെതിരെ നടപടി എടുക്കാതെ കോൺഗ്രസ് തൽക്കാലം നടപടി എടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് ജില്ലാ നേതൃത്വം. ഇതിനിടെ ഫ്രാങ്ക്ലിന് തിരുവനന്തപുരം ജില്ലാ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ഫ്രാങ്ക്ലിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് വീട്ടമ്മയുടെ ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. ലോൺ നൽകാമെന്ന് പറഞ്ഞ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. നിരന്തരം കടയിലെത്തി ലൈംഗിക ആവശ്യം ഉന്നയിച്ചു. ഇയാളുടെ നിരന്തര പീഡനത്തെ തുടർന്നാണ് ആത്മഹത്യ ചെയ്തതെന്നും കുറിപ്പിലുണ്ട്. ഇയാൾക്കെതിരെ വീട്ടമ്മയുടെ മകനും രംഗത്ത് വന്നിരുന്നു. MS വീണ ചേരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി വീണ, വളരെ ഗുരുതരമായ ചില കാര്യങ്ങളാണ് ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. പക്ഷേ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇയാൾക്കെതിരെ നടപടിയെടുക്കാത്തത്? സുനിതയുടെ മരണം സംഭവിക്കുന്നത് ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കിയിരുന്നത് സുനിത ഗ്യാസ് പൊട്ടിത്തെറിച്ച തരത്തിലൊരു അപകട മരണമെന്നായിരുന്നു കുടുംബമടക്കം വിശ്വസിച്ചിരുന്നത്. സുനിതയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു മകളും മകനും മാത്രമാണ്. എന്നാൽ മരണം സംഭവിച്ച തൊട്ട് പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സത്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുള്ള ആത്മഹത്യാക്കുറിപ്പിലെ ഗുരുതര വിവരങ്ങളും പുറത്തു വരുന്നത്. ജനം TV യാണ് അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത്. മകനായ രാഹുലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ വെളിപ്പെടുത്തലുമായി ജനം TV ക്ക് മുന്നിലെത്തിയത്. അതായത് തൻ്റെ അമ്മ ആത്മഹത്യ ചെയ്യില്ല, ഇതുമായി ബന്ധപ്പെട്ട് അമ്മയുടെ ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായി പറയുന്നുണ്ട്. DCC നേതാവ്, കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവായ ജോസ് ഫ്രാങ്ക്ലിൻ നിരന്തരമായി അമ്മയെ പിന്തുടരുകയൊപ്പം തന്നെ ലൈംഗിക ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിരന്തരം അമ്മയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെന്ന് മകനടക്കം പറയുന്നൊരു ഘട്ടമുണ്ടായിരുന്നു. മകൻ അത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് ജനം TV യിലൂടെ നടത്തിയതും. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് മകൻ പറഞ്ഞത്. മരിക്കുന്നതിന് മുമ്പ് ഈ സുനിത മകനും മകൾക്കും ഓരോ ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചിരുന്നു. എന്താണ് തൻ്റെ മരണത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ ആ ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഈ 3 മാസങ്ങൾക്ക് മുമ്പ് ഒരു ബേക്കറി വീടിന് സമീപം സുനിത ആരംഭിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ലോൺ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സഹായമായി ബന്ധപ്പെട്ടാണ് ഇയാളെ പരിചയപ്പെടുന്നത്. ഈ ആവശ്യവുമായി ഇയാൾ ലോൺ എടുത്ത് നൽകാമെന്നുള്ള ഇയാൾ വാഗ്ദാനം നൽകുകയും തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ചോദിക്കുമ്പോൾ ഇയാൾ ഫോണിൽ വിളിക്കുമ്പോൾ അടക്കം ഇയാൾ ഇത്തരത്തിലുള്ള ലൈംഗിക ആവശ്യങ്ങൾ ഉന്നയിക്കും. മാത്രമല്ല ഒരു ഘട്ടത്തിൽ ഇതുമായി സംസാരിക്കുന്ന ഘട്ടത്തിൽ ഇവരോട് മോശമായി പെരുമാറുകയും ലൈംഗിക അതിക്രമം നടത്തുകയും ചെയ്തു എന്ന് ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്. നിയമ നടപടിയുമായി മുന്നോട്ട് പോകണമെന്നും സുനിത ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. മാത്രമല്ല ആത്മഹത്യാക്കുറിപ്പിൽ ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ചില സാമ്പത്തിക പ്രശ്നങ്ങൾ താൻ നേരിടുന്നുണ്ട്, അതൊക്കെ കൊടുത്തു തീർക്കണമെന്നുള്ളത് പറയുന്നുണ്ട്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളെ മുമ്പോട്ട് പോകണം. ജോസ് ഫ്രാങ്ക്ലിനോട് തൻ്റെ അമ്മ മരിച്ചത് ഇത്തരത്തിലുള്ള കാരണങ്ങളാണെന്നുള്ളതും ഈ കത്തിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടെന്നും മകനടക്കം ചോദിക്കണമെന്നുള്ള ആവശ്യവും ഈ ആത്മഹത്യാക്കുറിപ്പിൽ സുനിത വ്യക്തമാക്കുന്നുണ്ട്. നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയായിരുന്നു കുടുംബത്തിന്റെ തീരുമാനം. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായിട്ടുള്ള വിവരം കൂടിയാണ് വരുന്നത്. ഈ ഒരു പ്രതിക്ക് ഇപ്പോൾ മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് വരുന്നത്. തിരുവനന്തപുരം ജില്ലാ കോടതിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. മാത്രമല്ല ഒരു ജാമ്യത്തിന് പിന്നാലെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് അനുകൂല പോസ്റ്ററുകളും നഗരത്തിലെ നെയ്യാറ്റിൻകര ഭാഗത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതിൽ ഈ പ്രിയ നേതാവ് ജോസ് ഫ്രാങ്ക്ലിന് മുൻകൂർ ജാമ്യം എന്നുള്ള തരത്തിലുള്ള അഭിവാദ്യങ്ങളൊക്കെ അർപ്പിച്ചുകൊണ്ട് പാർട്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ഫ്ലെക്സ് ഒക്കെ ഈ ഒരു നെയ്യാറ്റിൻകര ഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്നത്. ഗുരുതര ആരോപണങ്ങൾ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്ത വ്യക്തി തന്നെ ഇത്തരത്തിലുള്ള താൻ നേരിട്ട പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വ്യക്തമാക്കുമ്പോഴും അത് അക്കമിട്ട് നിരത്തി പറയുമ്പോഴും പാർട്ടിയടക്കം ഇത്തരത്തിലുള്ള ഗുരുതര ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ഒരു പ്രാദേശിക നേതാവിനെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഈ നഗരത്തിൽ ഈ നെയ്യാറ്റിൻകര ഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഫ്ലെക്സ് അടക്കമുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കുടുംബം നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബത്തിന്റെ നിലപാട്. മാത്രമല്ല പാർട്ടി അടക്കം ഇയാളെ സംരക്ഷിക്കുന്ന ഒരു ഘട്ടം കൂടിയുണ്ട്. ഇതിനെതിരെ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ള ആവശ്യം കൂടി ഉയരുന്നുണ്ട്. ഈ മരണം നടന്നത് ഒക്ടോബർ മാസം ആദ്യ വാരമായിരുന്നു. തൊട്ട് പിന്നാലെ ഒക്ടോബർ 11-ാം തീയതി ഈ DCC ഇയാൾ ആരോഗ്യ കൗൺസിലിലെ ചെയർമാൻ കൂടിയാണ്. ഇയാളുടെ ഓഫീസിലേക്ക് മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം കൂടി സംഘടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് സ്ത്രീകളടക്കമുള്ളവർ രംഗത്തെത്തി, മഹിളാ മോർച്ച പ്രവർത്തകരടക്കം രംഗത്തെത്തി പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു. ഇയാളെ സംരക്ഷിക്കുന്ന പാർട്ടി നിലപാടിനെതിരെ വ്യാപക വിമർശനം ഉയരുകയാണ്. ദേവിക.